ഇന്ന് നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ആൻസർ കീ ആണ് പറയാൻ പോകുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആൻസേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് കാലഗണനാ ക്രമം വരുമ്പോൾ ആറ്റിങ്ങൽ കലാപം, അതിനുശേഷം മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹം, അതിനുശേഷം എന്താണ് വരുന്നത്, കുളച്ചൽ യുദ്ധം, അതിനുശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 3, 1, 2, 4 ആണ്. 3, 1, 2, 4. ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി നോട്ട് ചെയ്തോണേ. തെറ്റായ ജോഡിയാണ് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ള ജോഡി ഏതൊക്കെയാണ്? ആത്മവിദ്യാസംഘം, വൈകുണ്ഠസ്വാമികൾ തെറ്റായിട്ടുള്ള ജോഡിയാണ്. അതുപോലെ തന്നെ യോഗക്ഷേമ സഭ അയ്യങ്കാളിയും തെറ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രത്യക്ഷ രക്ഷാസഭ കുമാരഗുരുദേവൻ ശരിയാണ്. അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ 1, 4 ഇവിടെ തെറ്റായിട്ടുള്ള ജോഡികൾ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് എന്നാണ് നോക്കാം. കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. തെറ്റല്ലേ? അതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവശേഷിക്കപ്പെട്ടു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. ശരിയാണ്. അതുപോലെ തന്നെ 1857 മെയ് 10 മീററ്റിൽ കലാപം ആരംഭിച്ചു. ശരിയാണ്. അപ്പൊ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 2, 3, 4 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 3ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുന്നതാണ്. ഇതിനകത്ത് ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതായത് 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം നിർത്തലാക്കി എന്നുള്ളതാണ് ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 4ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തോ. ശരിയായ ജോഡി കണ്ടെത്തുന്നതാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന്. അപ്പൊ നോക്കാം. ലൈഫ് വീക്കിലി, സാവോ താവോ ഫെന്ന്, അതുപോലെ തന്നെ എനിക്ക് ശേഷം പ്രളയം ലൂയി 15 അതുപോലെ തന്നെ സോഷ്യൽ കോൺട്രാക്ട് വോൾട്ടയർ എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ലോങ് മാർച്ച് സന്യാസിംഗിന്റെ അല്ല. അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അതുപോലെ തന്നെ ആൻസറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയോണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ്. 2025 സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള നമുക്ക് നോക്കാം. വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യതലവന്മാർ ഉണ്ടായിരുന്നില്ല. അത് ശരിയാണ്. അതുപോലെ തന്നെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു കേട്ടോ. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 3, 4 കേട്ടോ. 3, 4 ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ് ആയിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷം 2025. അടുത്ത ചോദ്യം നോക്കാം. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. അതായത് ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ബാക്കി രണ്ടും ശരിയാണ്. അപ്പം ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. എട്ടാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പാങ്കോങ് തടാകമാണ് കേട്ടോ. പാങ്കോങ് തടാകമാണ്. ഒൻപതാമത്തെ ചോദ്യം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ്. 10ാമത്തെ ചോദ്യം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 10 ഡിഗ്രി ചാനലാണ്. 11 ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശിലാരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 2 മാത്രമാണ്. അതായത് ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ്. 12ാമത്തെ ചോദ്യം. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സോമാലിയയാണ്. 13ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏതെന്നാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശികളും ശരിയാണ്. ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ളവർ അന്തരം ഇല്ലാതായിട്ടില്ല. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1, 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 13ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 14ാമത്തെ ചോദ്യം. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏതാണ്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്ത ഏതാണ്? വ്യവസായവൽക്കരണമാണ് ഇവിടെ പെടാത്തത് കേട്ടോ. പെടാത്തത് വ്യവസായവൽക്കരണമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ 2 മാത്രമാണ്.
15 നോക്കാം. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ്. അതായത് 1947 ഇന്ത്യ പ്ലാനിംഗ് ആരംഭിച്ചത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹൽനോബിസ് ആണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. ശരിയാണ്. അപ്പൊ 15ന്റെ ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഇതെല്ലാം ലക്ഷ്യങ്ങളായിട്ട് വരുന്നതാണ്. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം വരുന്നതാണ്. 17ാമത്തെ ചോദ്യം, കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ്? കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നത് മാത്രമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 3 മാത്രമാണ്. ബാക്കിയെല്ലാം ധർമ്മങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നത് മാത്രമാണ് ധർമ്മങ്ങളിൽ പെടാത്തത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 3 മാത്രം. 18ാമത് ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് നമുക്ക് നോക്കാം. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. ശരിയാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1 ശരിയാണ്. നിലവിലുള്ള സിഇഒ പരമേശ്വർ അയ്യറാണ്. തെറ്റല്ലേ? BVR സുബ്രഹ്മണ്യം അല്ലേ? നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിച്ചാണ്. നിലവിലെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം എന്ന് പഠിച്ചത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് ആണ്. 19ാമത് ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തെക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. ശരിയാണ്. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. അത് യോജിക്കാത്ത പ്രസ്താവനയാണ്. അതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. അതും ശരിയല്ല. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രമാണ്. 2ഉം 3ഉം മാത്രമാണ്. അപ്പൊ 20ാമത്തെ ചോദ്യം നോക്കാം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? അപ്പൊ ജോലി ചെയ്യാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശം, സാമ്പത്തികവുമായി ഉള്ള നീതിക്കുള്ള അവകാശം. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല കേട്ടോ. ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഇവയൊന്നുമല്ല. അപ്പൊ ആൻസർ 20ന്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 21ാമത്തെ ചോദ്യം, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. തെറ്റല്ലേ? അതായത് അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ രാജിവെക്കണം. അതാണ് കറണ്ട് മന്ത്രിസഭ. അപ്പം അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. ശരിയാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ബന്ധപ്പെട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ്. 22ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം നോക്കാം. ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ് എന്നുള്ളത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയായിട്ടുള്ളതാണ്. 22ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 23ാമത്തെ ചോദ്യം, സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ 356 പ്രകാരമാണ്. അതുപോലെ തന്നെ 24ാമത്തെ ചോദ്യം, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 300A ആണ്. 25ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി 4A. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രേഡ് യൂണിയനുകളാണ്. 27ാമത്തെ ചോദ്യം, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആനയാണ് കേട്ടോ. അപ്പൊ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആനയാണ്. 28ാമത്തെ ചോദ്യം, 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക സഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സഹജീവനം പദ്ധതിയാണ്. 29ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി വയോജനങ്ങൾ എന്ന പദ്ധതിയാണ് ഉൾപ്പെടുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 15 മുതൽ 35 വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരളീയമാണ്. 31ാമത്തെ ചോദ്യം, മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്നേഹാരാമം പദ്ധതി. എന്താണ്? ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ എന്താണ് ഗാർഡൻ ആക്കി നല്ല രീതിയിൽ ഉദ്യാനം പോലെയൊക്കെ ഉണ്ടാക്കി നിയന്ത്രിക്കുന്ന ഒരു പദ്ധതിയല്ലേ സ്നേഹാരാമം പദ്ധതി? നമ്മൾ പഠിച്ചാണ് ഷോർട്ട് കറണ്ട് അഫയേഴ്സിലെ സ്നേഹാരാമം പദ്ധതി. അടുത്ത ചോദ്യം, താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത്
സത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹ്യൂമൻ കോറിയോണിക് ഗോണോട്രോപ്പിൻ ആണ്. 33 ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ റൈനോ വൈറസ് ആണ്. 34 യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധി വീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഗൗട്ട് ആണ്. 35 മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക് വിഭാഗത്തിലാണ് പെടുന്നത്. 36 കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? നമ്മൾ ഇതും പഠിച്ചാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. 37 ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബ്ലാക്ക് വാട്ടർ ആണ്. 39 താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? പ്രകാശവർഷവും പാർസകവുമാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉമാണ്. 39 ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാൽ സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ തിരശ്ചീന വേഗഘടകം പരമാവധി ആയതിനാൽ. 40ാമത്തെ ചോദ്യം നോക്കാം. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്രിമമായ അളവിൽ വെള്ളം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന എന്ന് പറയുന്നത്. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി കേശികത്വം, കാപ്പിലറി. 41 ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളോമീറ്റർ ഉപഗ്രഹമായ എക്സ്പോസാറ്റ് എക്സ്റേ പോളോമീറ്റർ സാങ്കേതിക വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് എക്സ്പോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. 42 യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് താഴ്ന്ന മർദ്ദം, ഉയർന്ന താപനില. 43 ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്ര ആയിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ് 1.0 × 10⁻³ m ആണ്. 44 നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെയാണെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം ആണ്. 45 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയോൺ ടോപ്പ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ 2005 അല്ല 2025 എന്നാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ വരുമേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താന്ന് പറയുന്നത് മിഷൻ സുദർശൻ ചക്രയാണ്. ഓപ്ഷൻ സി മിഷൻ സുദർശൻ ചക്രയാണ്. അയൺഡോൺ പോലുള്ള പ്രതിരോധ സംവിധാനമാണ്. നമ്മുടെ എന്താണ് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളതാണ് മിഷൻ സുദർശൻ ചക്ര. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താണ് മിസ്റ്റേക്ക് വന്നു, 2005 നാക്കി പോയി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഡിലീറ്റ് ചെയ്യും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 46ാമത്തെ ക്വസ്റ്റ്യൻ. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജയുടെ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി. 47 ഞാൻ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഹർമൻ പ്രീത് കൗർ ആണ്. 48 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യൻ ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവാരാണ്? ആൻസർ ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രനാണ്. 49 ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി MD 6ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മോഹിനിയാട്ടമാണ്. 50ാമത്തെ ചോദ്യം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മലയാളം മിഷനാണ്. ഇനി മാത്സ് ആണ്. മാത്സ് ഞാൻ ആൻസർ പറയുകയാണ്. 51ന്റെ ആൻസർ ഓപ്ഷൻ ബി 68 ആണ്. 52ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 53ന്റെ ആൻസർ ഓപ്ഷൻ ഡി 5/2 ആണ്, 5/2 ആണ്. അതുപോലെ തന്നെ 54ന്റെ ആൻസർ ഓപ്ഷൻ എ എക്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തല കറക്കി കാണും നമ്മുടെ കൂട്ടുകാരെ. എന്നാണ് ഇത് ഇന്നേ വരെ PSC ചോദിച്ചിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ 55ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 143 ആയിരിക്കും. അതുപോലെ 56ന്റെ ആൻസർ ഓപ്ഷൻ സി 20 ആയിരിക്കും. 57ന്റെ ആൻസർ ഓപ്ഷൻ സി I64 ആണ്, I64. 58ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി 5/3/2023. 59ന്റെ ആൻസർ ഓപ്ഷൻ ബി 4.71 സെന്റിമീറ്ററും. 60ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 40ഉം 8ഉം ആണ്. ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന്റെ ആൻസർ 61ന്റെ ആൻസർ ദ ട്രഷർ വാസ് ബെറീഡ് ഡാഷ് ആൻഡ് ഓൾഡ് ഓക്ക് ട്രീ എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് ബെനീത്ത് എന്നാണ് വരുന്നത്. 62ന്റെ ആൻസർ ഓപ്ഷൻ ഡി
ഡിഡ് ദേ ആണ് വരുന്നത്. 63ന്റെ ആൻസർ ഓപ്ഷൻ എ ലുക്ക്ഡ് ഓവർ എന്നാണ്. 64ന്റെ ആൻസർ ഓപ്ഷൻ ഡി ബോൺ വോയേജ് ആണ്. 65ന്റെ ആൻസർ ഓപ്ഷൻ എ ദേ വെയർ മെയ്ഡ് ടു റൈറ്റ് ആൻ എസ്സേ ആണ്. 66ന്റെ ആൻസർ ഓപ്ഷൻ സി മീ ആണ്. 67ന്റെ ആൻസർ ഓപ്ഷൻ എ വുഡ് ഹാവ് ആണ്. 68ന്റെ ആൻസർ ഓപ്ഷൻ സി എ UFO ആണ്. അതുപോലെ തന്നെ 69ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, റെൻഡേവേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 70ന്റെ ആൻസർ ഓപ്ഷൻ ബി ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി ആണ്. ഇനി മലയാളമാണ്. 71ന്റെ ആൻസർ ഓപ്ഷൻ ഡി വിഡ്ഢിത്തമാണ് വരുന്നത്. 72ന്റെ ആൻസർ ഓപ്ഷൻ സി അമ്പാണ് വരുന്നത്. 73ന്റെ ആൻസർ ഓപ്ഷൻ ബി കൃപണനാണ് വരുന്നത്. 74ന്റെ ആൻസർ ഓപ്ഷൻ എ പെരും പ്ലസ് പറയാണ്. 75ന്റെ ആൻസർ ഓപ്ഷൻ സി കർത്തൃയാണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി മിടുക്കർ ആണ് വരുന്നത്. 77 ഓപ്ഷൻ എ അഞ്ചോ ആറോ. 78 ഓപ്ഷൻ ഡി സന്തോഷിപ്പിക്കുക. 79 ഓപ്ഷൻ ബി സുനുഷ. 80ന്റെ ആൻസർ ഓപ്ഷൻ സി ഉന്മൂലനം ചെയ്യുക. ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കുമാണ്. എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കാം. 81ാമത്തെ ചോദ്യം, കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ നോക്കാനാണ്. അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിലെ ഒരു പദമാണ്, ശരിയാണ്. അതുപോലെ തന്നെ അബ്കാരി നിയമം പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് 3 ലിറ്റർ വിദേശ മദ്യം കയ്യിൽ വെക്കാവുന്നതാണ്, അതും ശരിയാണ്. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 23 വയസ്സാണ്. അതുപോലെ തന്നെ കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഫലപ്രദമായി നടപ്പിലാക്കിയ നിയമമാണ് കേരള അബ്കാരി ആക്ട്, അത് തെറ്റായിട്ടുള്ളതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3 മാത്രമാണ് ശരി. 81ന്റെ ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും കിട്ടിക്കാണും, നമ്മുടെ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാരും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 82ാമത്തെ ചോദ്യം, വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന. ഞാൻ ഇന്നും വിമുക്തി മിഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇട്ടിരുന്നു. അപ്പൊ എന്താണ്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി മിഷൻ, ശരിയാണ്. അതുപോലെ തന്നെ വിമുക്തി മിഷന്റെ ചെയർമാൻ കേരള എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഞാൻ പറഞ്ഞതാണ്, അല്ല. രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ഇട്ടൊരു വീഡിയോക്കകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് എന്താണ്? വിമുക്തി മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും, എന്താണ് വൈസ് ചെയർമാൻ ആയിരിക്കും കേരള എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വിമുക്തി മിഷൻ നേതൃത്വം നൽകുന്നത് കേരള എക്സൈസ് വകുപ്പാണ്, ശരിയാണ്. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ചികിത്സയിലൂടെയും കൗൺസിലിംഗിലൂടെ തിരികെ കൊണ്ടുവരിക, നവതലമുറ ലഹരിക്കണിയിൽ വീഴാതെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട മിഷനാണ് വിമുക്തി മിഷൻ, ശരിയാണ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 മാത്രമാണ് ശരി. 82 ഓപ്ഷൻ സി ആണ്. 83 കേരള അബ്കാരി ആക്ട് പ്രകാരം കേരളത്തിലെ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നോക്കുന്നത്. ഡ്രൈ ഡേ, ശ്രീനാരായണ ഗുരു ജയന്തി ഡ്രൈ ഡേ ആണ്. രക്തസാക്ഷി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. അതുപോലെ തന്നെ മന്നൻ ജയന്തിയോ അല്ല. അതുപോലെ തന്നെ ശ്രീനാരായണ സമാധി ദിനവും ഡ്രൈ ഡേ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ സി ആണ്. 1, 2, 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇനി 84 നോക്കാം. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നതാണ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ നേടിയ അനധികൃത സമ്പത്ത് കണ്ടുകെട്ടുന്നതിന് ഉള്ള അധികാരം മേൽ നിയമത്തിനുണ്ട്, അത് ശരിയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മേൽ നിയമപ്രകാരം കുറ്റകരമാണ്. അതുപോലെ തന്നെ വധശിക്ഷ നൽകാവുന്ന വകുപ്പുകൾ മേൽപ്രകാരം വധശിക്ഷ നൽകുന്ന വകുപ്പുകൾ NDPS നിയമത്തിലുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2, 3, 4 എന്നിവ മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 85 നോക്കാം. NDPS നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 എന്നിവയാണ്. അതായത് പോലീസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. എക്സൈസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെ തഹസിൽദാർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതാണ്. സ്കൂളിലെ പ്രിൻസിപ്പൽമാരുടെ സാന്നിധ്യം ഉറപ്പാക്കുക, അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 2, 4 എന്നിവ മാത്രമാണ് ശരി. ഇനി 86ാമത്തെ ചോദ്യം, ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 86ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഡിസ്റ്റിലറികൾ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം നേരിട്ട് KSBCയുടെ FL9 ഷോപ്പിലേക്ക് എത്തിക്കാവുന്നതാണെന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള. ഓപ്ഷൻ സി 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 87ാമത്തെ ചോദ്യം, ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ എന്താണ് മൊളാസസിന്റെ നിറം എന്താണ്? ഇരുണ്ട തവിട്ട് നിറം, കടും തവിട്ട് നിറം, ഇരുണ്ട തവിട്ട് നിറം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ഇവിടെ ശരി. 87ന്റെ ആൻസർ ഓപ്ഷൻ ബി 3 ശരി. 88 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് നിയമപ്രകാരം ശരിയായ പ്രസ്താവന എന്നാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് 88 പ്രകാരം കേട്ടോ.
89ാമത്തെ ചോദ്യം, കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ പ്രസ്താവനകൾ ഏതല്ല? കുറ്റകരമായ പ്രസ്താവനകൾ എന്നാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ പ്രകാരം എന്താണ്? മേൽപ്പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. നോക്ക്, പൊതുസ്ഥലത്ത് മദ്യപിക്കുന്ന കുറ്റകരമാണ്. 21 വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തികൾ മദ്യവിൽപ്പന നടത്തുന്ന കുറ്റകരമാണ്. 23 ആണ് വയസ്സെന്ന് പറയുന്നില്ല, 21 താഴെയുള്ളൊരു നടത്തിയാലും അത് കുറ്റകരമാണ് കേട്ടോ. അപ്പൊ 21 വയസ്സ് പ്രായമുള്ള വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ആവശ്യത്തിന് തെങ്ങ് ചെത്തി കള്ള് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. 90ാമത്തെ ചോദ്യം, കേരളത്തിൽ വിൽക്കുന്ന ബിയറിന്റെയും വൈനിന്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 0% മുതൽ 6% വരെയും 8% മുതൽ 15.5% വരെ. 91ാമത്തെ ചോദ്യം, കേരളത്തിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ജീൻ മദ്യത്തിന്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വെക്കാവുന്ന പരമാവധി അളവ് എത്രയാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, 65 ഡിഗ്രി പ്രഷറും ആൻഡ് 3 ലിറ്ററും ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 92ാമത്തെ ചോദ്യം, പരമാവധി 12 മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടോഡി ഷാപ്പുകൾ FL1 ഷോപ്പുകളിലും പ്രവർത്തിക്കാനുള്ള സമയപരിധി എത്രയാണ്? ഇത് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ, രാവിലെ 8 മുതൽ രാത്രി 10 വരെയും രാവിലെ 9 മുതൽ രാത്രി 11 വരെയും. 93ാമത്തെ ചോദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ എ, 18 വയസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ 94ന്റെ ആൻസർ ഏതാണ്? സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെ വിശദീകരിക്കുന്ന കോഡ് പാക്റ്റിലെ നിയമം ഏതാണ്? ഓപ്ഷൻ സി, സെക്ഷൻ 7 ആണ്. അതുപോലെ തന്നെ 95ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 യാർഡ് ചുറ്റളവിനുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന വകുപ്പ് പ്രകാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 6B ആണ്. നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ 96 ലഹരി മരുന്നുകളുടെ നിരോധനം ഏത് പട്ടികയിലെ വിഷയമാണ്? ആൻസർ ഓപ്ഷൻ എ, സംസ്ഥാന പട്ടികയാണ്. ലഹരി മദ്യങ്ങളുടെ. 97 വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, എക്സൈസ് അഡീഷണൽ കമ്മീഷണർ ആണ്. 98 ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ്? നാശമുക്ത് ഭാരതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി IT ആക്ട് 99 എന്താണ്? 2000ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം ഏതാണ്? ഓപ്ഷൻ നോക്കിയാൽ തന്നെ ആൻസറിലോട്ട് പോകാൻ സാധിക്കും. എന്താണ്? IT ആക്ട് വഴി കുറ്റം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അറിവും ഉദ്ദേശവും വേണ്ടേ? നോളജ് ആൻഡ് ഇന്റൻഷൻ വേണ്ടേ? അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 100ാമത്തെ ചോദ്യം, 2000ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 72 പ്രകാരം പ്രധാനമായ ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. IT ആക്ട് ഓർ ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആൻസർ കീ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ പാടായിട്ടുള്ളൊരു പരീക്ഷയായിരുന്നു. നല്ല കടുപ്പമേറിയ പരീക്ഷയായിരുന്നു. GK പാട്ടായാലും മാത്സിലെ ഭാഗത്തൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യമായിട്ടാണ് PC ചോദിക്കുന്നത് പോലും. അപ്പോൾ നല്ല പാർട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മുടെ ക്ലാസ് ഉണ്ട്. PYക്കും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്ത കൂട്ടുകാർക്ക് എനിക്ക് തോന്നുന്നു ഒരു 15 മേളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സസ്, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിട്ടുള്ള ഒരു കടുപ്പമേറിയ പരീക്ഷ തന്നെയായിരുന്നു. ഈ പരീക്ഷയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.